ഒന്നിരുട്ടി വെളുത്തപ്പോൾ ഓട്ടോ ഡ്രൈവർ കോടീശ്വരനായി. വെറുതെ പറഞ്ഞതല്ല, സത്യമാണ്. കണ്ണൂരാണ് സംഭവം. ഇന്നലെ രാത്രി കേരള ലോട്ടറി ടിക്കറ്റ് എടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് 10 കോടി അടിച്ചു. ഈ വർഷത്തെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ 1ാം സമ്മാനമാണ് അടിച്ചത്. ഭാഗ്യം വരുന്ന വഴിയേ. കണ്ണൂർ ആലക്കോട് പരപ്പ സ്വദേശി നാസറിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. ഇത് സത്യമാണോ എന്ന സംശയത്തിലാണ് നാസർ. സമ്മാനം അടിക്കുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ലെന്നാണ് കാർത്തികപുരത്തെ ഓട്ടോ ഡ്രൈവറായ നാസർ പറയുന്നത്. SUC 308797 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് സമ്മാനം. ആലക്കോട് ശ്രീ രാജരാജേശ്വര ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം ഗോർക്കി ഭവനിലായിരുന്നു നറുക്കെടുപ്പ്. SA 177547 എന്ന ടിക്കറ്റിനാണ് 50 ലക്ഷം രൂപയുടെ 2ാം സമ്മാനം ലഭിച്ചത്. റെക്കോർഡ് ടിക്കറ്റുകളാണ് ഇക്കുറി വിറ്റുപോയത്. 36 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. ഇതിൽ 33.5 ലക്ഷവും വിറ്റുപോയി. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിരുന്നു ഇത്തവണത്തെ വിൽപ്പന. റെക്കോർഡ് വിൽപ്പനയായിരുന്നു. 250 രൂപയായിരുന്നു ഒരു ടിക്കറ്റിൻ്റെ വില. വിഷു ബമ്പർ ടിക്കറ്റുകൾ നാളെ പുറത്തിറങ്ങും. ഇതിൽ 1ാം സമ്മാനം 12 കോടി രൂപയാണ്. 2ാം സമ്മാനം 1 കോടി വീതം 6 പേർക്കും, 3ാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പേർക്കും നൽകും. 300 രൂപയാണ് ടിക്കറ്റ് വില. മെയ് 29-നാണ് നറുക്കെടുപ്പ്. എപ്പോഴെങ്കിലുമൊക്കെ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. ചിലരെ ഭാഗ്യം കടാക്ഷിക്കും. മറ്റു ചിലർ ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ലോട്ടറി എടുക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ദിവസേന വിൽക്കുന്ന ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാനത്തുക 1 കോടിയായി വർദ്ധിപ്പിക്കാനുള്ള നിർണായക നീക്കം നടത്തുകയാണ് ലോട്ടറി വകുപ്പ്. ലോട്ടറി വകുപ്പ് സർക്കാരിന് നൽകിയ ശുപാർശയിൽ റംസാന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഓരോ ദിവസവും കോടിപതികൾ പിറക്കും. സമ്മാനത്തുക 1 കോടിയാക്കുകയാണെങ്കിൽ ടിക്കറ്റ് വിൽപ്പന പൊടി പൊടിക്കും. വിൽപ്പന കൂടുന്തോറും വരുമാനവും വർദ്ധിക്കും. നിലവിൽ 50 രൂപ വിലയുള്ള 50-50 ലോട്ടറിക്ക് മാത്രമാണ് 1 കോടി രൂപ സമ്മാനമുള്ളത്. മറ്റ് ടിക്കറ്റുകളുടെ സമ്മാനവും വിലയും ഇതിന് സമാനമായി ഉയർത്തി ഏകീകരിക്കാനാണ് നീക്കം നടത്തുന്നത്. സർക്കാരിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനങ്ങളിലൊന്നാണ് ലോട്ടറി. ലോട്ടറി കഴിഞ്ഞേ ഉള്ളൂ മദ്യം പോലും.